കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ആ കുഞ്ഞിളം കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിക്കേ. ആ, എന്റെ മാനല്ലേ പറഞ്ഞത് കൊച്ചിനോട് ആരും മിണ്ടാനും കൂട്ടുകൂടാനൊന്നും വരുന്നില്ലെന്ന്. ഇന്നത്തെ പോലെ വല്ലപ്പോഴും അവർക്കൂടെ ജയിക്കാനൊരു ചാൻസ് കൊടുക്കണം. അപ്പൊ അവര് കൂട്ടുകൂടാൻ വരും. എന്നാ എന്നെ ഒരു 4 വട്ടം അങ്ങ് തോപ്പിച്ചാട്ടെ, വിഷമം തീരുമല്ലോ. എനിക്ക് ചെസ് പഠിക്കാൻ പോണം. പഠിക്കാനോ? എവിടെ? ഹാരിസന്റെ അക്കാഡമിയിൽ. അവൻ വെറും പയ്യൻ. അതൊക്കെ വിശ്വനാഥൻ ആനന്ദ്. പക്ഷെ കഷ്ടകാലത്തിന് അവൻ ഇവിടെ അക്കാഡമി ഇല്ലല്ലോ. അതിനും അപ്പക്ക് ഹാരിസിനെ അറിയൂ. എന്നെ അങ്ങോട്ട് വരുത്തരുതേ. ഓ, അതൊക്കെ ഒത്തിരി കാശാവും മാനെ. കൊച്ചിപ്പോ തൽക്കാലം ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കി അങ്ങ് പഠി. പപ്പാ വെളച്ചിലെടുക്കരുത് കേട്ടോ. ബ്ലസ്സി, ഞാൻ പഠിക്കുക. ഈ ടാറും ബ്രഷും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നതാണോ അതോ നീ പോയി തുറക്കുന്നതാണോ എളുപ്പം? എക്സാമിന് മാർക്ക് വന്നിട്ട് പിന്നെ എന്നെ വഴക്ക് പറയാൻ വന്നേക്കില്ല. ആ വാതിൽ തുറക്കുന്നതുകൊണ്ട് നഷ്ടപ്പെടുന്ന മാർക്ക് ഞാൻ അങ്ങ് സഹിച്ച് ബാക്കിയുള്ളത് ഓക്കെ ആക്കിയാൽ മതി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, ഓന്നിന്റെ സ്വഭാവം കാണിക്കും. പിന്നെ മോളെ, ഫിലിപ്പ് വന്നില്ലേ? ആ പപ്പാ. എന്നാ ആൻസി? ഫിലിപ്പേ, ഒരു ഹെൽപ്പ് വേണം. ഫിലിപ്പ് വിചാരിച്ചാലേ നടക്കുള്ളൂ. ഒന്നും നടക്കാൻ പോണില്ല. ഞാൻ ചേട്ടയോട് ചോദിച്ചോളാം. ഇത് വേറെ കേസാ. ആൻസി പറ. അത് നീ അകത്ത് പോയിരുന്നു പഠിക്ക്. ആൻസി ആന്റി വന്നിട്ടുണ്ട്. ഉറക്കായിരിക്കും, ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഡോണിക്ക് എന്തോ അഫയർന്നോ. എന്നിട്ടൊന്നുമില്ല. ആന്റി പപ്പയോട് സംസാരിച്ചോണ്ടിരിക്കുക. ഓ അല്ല, നീ എന്തൊരു ഞെട്ടി? ഞാനവിടെ ഞെട്ടി. ഞാനിന്നെ ഞെട്ടുന്നു. ഞാൻ ഞെട്ടി. അങ്ങനത്തെ ഒരു കൊച്ചാണോ അത്? 5-6 കൊല്ലമായി. ഞാൻ ഇപ്പഴാ അറിയുന്നേ. പയ്യനാരാ? ആരാന്ന് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. സമയം ആവട്ടെ എന്നാ പറയുന്നത്. വെറുതെ. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു നമ്പറല്ലേ. ഈ പെമ്പിള്ളരെ വഴിതെറ്റിപ്പിക്കാൻ കുറെ കോഞ്ഞാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ യുവമാരുടെയൊക്കെ തന്തമാർക്ക് കൊടുക്കണം പൊട്ടിയിര്. ഫിലിപ്പിനെ അവളെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കാവോ? ഞാനും. ഫിലിപ്പ് പറഞ്ഞ അവള് കേക്കും. തന്നെ അവൾക്ക് വലിയ കാര്യാ. ഈ പിന്തിരിപ്പിക്കാന്നൊക്കെ പറഞ്ഞ കുറച്ച് പാടാ. പഴയ കാലമല്ലേ. ധ്യാനം കൂടാൻ വിട്ടിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ന്യൂസിലാൻഡിൽ പോണ്ട കൊച്ചാ. തോമാച്ചൻ അറിഞ്ഞാ കഴിഞ്ഞ്. ആൻസി വിഷമിക്കാതെ, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞാൻ ചെല്ലട്ടെ. ഓ, ധൈര്യമായിട്ട് ഞാൻ ബെസി, ഒന്ന് കാര്യായിട്ട് ഏറ്റു. പപ്പാ, എന്താടി? ഡോണ ഇൻസ്റ്റയിൽ അവന്റെ കുറച്ച് പിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കയ്യും കാലൊക്കെ ഉള്ളൂ, ഫേസ് ഇല്ല. അവളുടെ സ്വഭാവം വെച്ച് ഏതെങ്കിലും വേട്ടാവളിയനായിരിക്കും. നീ ഇതൊന്ന് പിടിച്ചേ. പപ്പ എങ്ങോട്ട് പോവാ? ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഇതൊന്നും പിന്നത്തേക്ക് വെക്കരുത്. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോലെ. അവൾക്ക് എന്നെ കുറച്ച് റെസ്പെക്റ്റും പേടിയൊക്കെയാണ്. ഈ വഴി തെറ്റിയ പിള്ളേരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. കറക്റ്റ്. പപ്പ എന്നെ പോവാ? ആദ്യം ഞാൻ മര്യാദയ്ക്കൊന്ന് പറഞ്ഞു നോക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ അവസാനം ഒരു പ്രയോഗമുണ്ട്. അതിൽ അവള് വീണിരിക്കും. നമ്മളിത് എത്ര കണ്ടതാ. അങ്കിളെ, എനിക്ക് പ്രായപൂർത്തിയായതാ. ആരെ കെട്ടണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു മിനിമം അവകാശം ഉണ്ട്. പക്ഷെ ആൻസി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മോൾക്കറിയോ? ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കുന്നതിന് മമ്മി എന്തിനാ വിഷമിക്കുന്നേ? അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മോളും ഒരമ്മയാവണം. എന്നാലും ഞാൻ എത്ര വിഷമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇപ്പൊ പറയും. മോൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്കിളെ, പിന്മാറാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. ശരി, ഞാൻ ഡോണയോടൊരു ചോദ്യം ചോദിക്കാം. തൃപ്തികരമായ ഒരു മറുപടി തന്നാൽ ഞാൻ സമ്മതിക്കാം. അതിന് അങ്കിളുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. എന്നാലും അങ്കിൾ ചോദിക്ക്. സപ്പോസ് മോളുടെ പാരന്റ്സിനെ വിഷമിപ്പിച്ച്, നോട്ട് ദ പോയിന്റ്, പാരന്റ്സിനെ വിഷമിപ്പിച്ച് മോളുടെ ഇഷ്ടപ്രകാരം അവനെ തന്നെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഭാവിയിൽ ഡോണയുടെ മോള് വന്ന് ഇതേ ആവശ്യം പറഞ്ഞാൽ ഡോണയ്ക്ക് അത് നടത്തിക്കൊടുക്കേണ്ടി വരില്ലേ? ഓഫ് കോഴ്സ്, ഞാൻ നടത്തി കൊടുക്കും. അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. കാലം മാറിയല്ലോ. ഇപ്പൊ ഡോണയുടെ മോള് വന്ന് പറയുകയാണ് അവൾക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന്. സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച ആളെന്ന നിലയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആസ് എ മദർ ഡോണ എന്ത് ചെയ്യും? അങ്കിളിന് ഫീമെയിലിനോടാണോ മെയിലിനോടാണോ സെക്ഷലി അട്രാക്ഷൻ തോന്നുന്നത്? എന്താ അങ്കിള് പറ. സ്ത്രീകളാണല്ലേ? അപ്പൊ അങ്കിളിനോട് ഒരു മെയിലിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ അങ്കിളിന് എന്ത് തോന്നും? അയ്യേ,
ഈ അയ്യാണ് ഓപ്പോസിറ്റ് സെക്സിൽ പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അവർക്ക് തോന്നും. ആണല്ലേ? ഇപ്പൊ നിങ്ങൾ വേണ്ട ഒരു ആൻസർ കിട്ടിയില്ലേ? പിന്നെ കിട്ടി. കേക്ക് കഴിക്കില്ലേ? കേക്ക് ആ പോട്ടെ. ശരി, അതവിടെ നിൽക്കുന്ന പുള്ളിക്കാരത്തിയോട് ഒന്ന് പറഞ്ഞേക്കേ. ഫിലിപ്പേ എന്തായി? ഒത്തില്ല. കോതമംഗലം പള്ളിയിൽ പൊരിഞ്ഞാടി. ഇളയപ്പനും കിട്ടി. കൂട്ടുകാരന്റെ ശവമടക്കിന് പോയതാ. വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങേർക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ട്. പറയാനാണെങ്കിൽ വലിയ കഥയാണ്. എന്നാ ഇളയപ്പനെ ആരാ അടിച്ചെന്നോ? ദൈവം. അല്ല, ഞാനെന്തോ പറയാനാ? കരണ കുറ്റിക്കിട്ട് കിട്ടിയെന്നാ കേട്ടത്. അയ്യോ, ഒരു ദിവസം ഇങ്ങോട്ട് പോരെ. ബ്ലസ്സിയ ചീറ്റിയോപ്പാ, കട്ട് ചെയ്തേക്ക്. അറിഞ്ഞായിരുന്നല്ലേ? എപ്പോഴേ? ഇന്നത്തോടെ നിർത്തിക്കോണം അവളുമായിട്ടുള്ള കൂട്ട്. നിന്നോടുകൂടാ പറഞ്ഞത്. പിള്ളേരുടെ അഹങ്കാരമേ. മുതിർന്നവർക്ക് എങ്ങനെയാ പെരുമാറേണ്ടത് അറിഞ്ഞൂടാ. വളർത്തു ദോഷം അല്ലാണ്ടെന്താ. എന്റെ മോളെ കൂടെ ഇവര് വഷളാക്കും. മാനിഞ്ഞു വാ കേട്ടോ. ഇവരുമായിട്ടൊന്നും ഒരു കൂട്ടും വേണ്ട. വാ മോക്കെ, ഞാൻ കേക്ക് തരാം. കേക്ക് കഴിച്ചോ. എന്തല്ലേ? കുറയോ? The seeds germinate and develop into? Very good. Say it once more. The seeds germinate and develop into? Dear students, our annual sports meet will be held on the 27th of this month. Also, there will be an inter-school chess championship held at our school next month. All the interested students, please submit your names. Thank you. Did you tell your dad? No, Then how are you gonna write the exam? അതൊക്കെ ഉണ്ട്. നീ വാ. റൈഡ് മാഡു. ഹലോ. യെസ്, ബ്ലസ്സീസ് ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിത്തിങ് സ്പെഷ്യൽ? കിഡ്നി സ്റ്റോൺ? Me? Who told? My brother. That bald-headed man. Move. That is my brother. Elder brother. Oh, he came to school. I sent him. But I'm taking rest. Thank you, sir. Thank you. ഒരു നാണമില്ലാതെ നിൽക്കുന്നുണ്ടില്ലേ? ഈ കോപ്പി വിട്ടുന്ന സമയം മതിയല്ലൂടി പുസ്തകം എടുത്തു വെച്ച് 4 അക്ഷരം പഠിക്കാൻ. തോന്നി മാസത്തിന് ചൂട്ടുപിടിക്കാൻ ഒരു മണിയങ്കളും. ഞാനെന്താ കിഡ്നി സ്റ്റോൺ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവന്നു? കുറച്ചെന്തിന്? അറ്റാക്ക് വന്ന് വടിയാകാറായി ഐസിയുവിൽ കിടക്കുമെന്ന് പറയാമായിരുന്നല്ലേ? ചൂടെ നല്ല അസുഖം പറയാന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. എന്താ? അല്ല, കൊള്ളക്കാരന്റെ അടുത്ത് കള്ളക്കടത്ത് വേണ്ടെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. തെറ്റെന്റെതാ. കഷ്ടപ്പാട് അറിയിച്ച് വളർത്തിയില്ല നിന്നൊന്നും. എന്നെ തന്നോടല്ലടോ. നിങ്ങൾക്കൊക്കെ സുഖം കൂടി പോയിട്ടാ. ഞാനൊക്കെ പഠിക്കുമ്പോ മണിക്കൂർ 1 വേണം സ്കൂളിലെത്താൻ. ഞങ്ങൾക്ക് വേണമല്ലോ 1 hour സ്കൂളിലെത്താൻ. ഈ ട്രാഫിക് അതാ ഉദ്ദേശം. അയ്യോ, എന്റെ മക്കള് വണ്ടി കയറി ഞെളിഞ്ഞിരുന്ന് പോന്നവരല്ല. കാടും മലയും കേറി ഇറങ്ങണം. അപ്പൊ അവിടെ തോടുന്നുണ്ടായിരുന്നില്ല? ഇപ്പൊ ഇറങ്ങണം. മേലാലി ഭാഗത്ത് കണ്ടുപോരുത്. നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ചെന്ന് അടിക്കാണ് വേണ്ടത്. തരണ്ടിക്കൊക്കെ എന്താ വില? കിലോ 300. ഈ മത്ത കണ്ണു വെച്ച് മജീഷ സാമ്രാജ്യം നോക്കുന്ന പോലെ എന്നെ തുറച്ചു നോക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കുത്തിയാൻ വെച്ച് എന്താ ഉണ്ടല്ലോ. ഇത്രന്റെ മുമ്പിൽ എന്നെ ടച്ച് പോവലടി. അവളുടെ ദേഷ്യം കണ്ടില്ലേ? എവിടെ പോയി? ഇനി ആ പലക കൊണ്ട് പുറത്തോട്ടിറങ്ങിയാലുണ്ടല്ലോ കളി കൊളവിയോടാ. ആ പയറുപടി ഇങ്ങോട്ട് നീക്കടി. പാപ്പ പപ്പയോട് പറയുന്നോണ്ടെന്ന് തോന്നില്ല. പപ്പയുടെ മൊരട്ട് സ്വഭാവം വെച്ചിട്ടെ വയസ്സാകുമ്പോൾ ഞങ്ങളാരും കൂടെ കടന്നു വരില്ല. വേണ്ടടാ, നിങ്ങൾ ആരും കൂടെ വേണ്ട. എന്റെ കൊച്ചെന്റെ കൂടെ കാണും. പിടി. നീ ഇതെവിടെ പോന്നു? ചെസ് ബോർഡ് എടുക്കാൻ. ആ